ചെങ്കടലിലെ മുക്കിക്കളഞ്ഞ് അങ്ങനെ സൈന്യങ്ങൾ കംപ്ലീറ്റ് പോയി. അങ്ങനെ ഒരു വലിയ സംഹാരത്തെ മിസ്രൈം ദേശത്തുണ്ടാക്കി. ഇന്ന് ദൈവമക്കൾക്ക് വിരോധമായിട്ട് പലരും എഴുന്നേൽക്കാറുണ്ട്. ശാപവാക്കുകൾ, മന്ത്രവാദങ്ങൾ, ഇങ്ങനെ പല പല കാര്യങ്ങൾ അവരെ എപ്പോഴും ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുന്നത്, അവരുടെ വസ്തുവകൾ പിടിച്ചെടുക്കുന്നത്. ഇങ്ങനെ കർത്താവ് മൗനമായിരിക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കത്തില്ലെന്ന് അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ മൗനമായിരിക്കുന്ന കർത്താവിൻ്റെ ജനത്തിൻ്റെ ആ സേനയുടെ കണ്ണുനീര് കാണുമ്പോഴൊരു ദിവസം ഇറങ്ങി വരും. ജീവിക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിച്ചു എന്നും ജീവിക്കുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നും നമ്മെ ഉപദ്രവിക്കുന്നവർ കാണുവാൻ തക്കവണ്ണം ഒരു വലിയൊരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ, ഒരു അനുഗ്രഹത്തെ, ഒരു വിടുതലിനെ ദൈവം അയക്കും. അപ്പോൾ നാം മാത്രമല്ല, നമുക്ക് ചുറ്റുമിരിക്കുന്നവർ, നമ്മെ അറിയുന്നവർ മനസ്സിലാക്കത്തക്ക രീതിയിൽ ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ട